മിഥുൻ എന്ന 13-കാരന്റെ ജീവൻ നഷ്ടമായത് ഈ സ്കൂളിൽ വെച്ചാണ്. രാവിലെ 9:15 സ്കൂളിൽ വെച്ച് കുട്ടികൾക്കൊപ്പം ചെരുപ്പ് തട്ടിക്കളിക്കുകയായിരുന്നു മിഥുനും സുഹൃത്തുക്കളും. ആ സമയത്ത് ഈ ഭാഗത്തുകൂടി ചെരുപ്പ് തൊട്ട് സമീപത്തുള്ള സൈക്കിൾ ഷെഡിന് മുകളിലേക്ക് പോയി. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ചെരുപ്പ് അവിടെ കിടക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആ ചെരുപ്പ് എടുക്കാൻ വേണ്ടി മുകളിലേക്ക് ഈ സൈക്കിൾ ഷെഡിന് മുകളിലേക്ക് മിഥുൻ കയറി കമ്പ് ഉപയോഗിച്ച ചെരുപ്പ് കുത്തി താഴേക്കിടാൻ ശ്രമിച്ചു. പക്ഷേ മഴയുള്ള സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ കാല് തെന്നി മിഥുൻ താഴേക്ക് പോകുന്നു. ആ സൈക്കിൾ ഷെഡിന്റെ തൊട്ട് മുകളിൽ കൂടി ഒരു 3 ഫേസ് വൈദ്യുതി ലൈൻ കടന്നു പോകുന്നു. അങ്ങനെ ഷോക്കേറ്റ് പിടഞ്ഞ ഇതിനെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് പുറത്തെടുത്താണ് ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. പക്ഷേ അവിടെ എത്തിയപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ഇതിൽ എടുത്തു പറയേണ്ടത് ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ വെച്ച് മാനേജ്മെന്റുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ മാനേജ്മെന്റ് അധികാരികൾ പറയുന്നത് ഈ വൈദ്യുതി ലൈൻ ഏതാണ്ട് ഈ സൈക്കിൾ ഷെഡിന് വളരെ അകലെ കൂടെയാണ് പോകുന്നത് എന്നുള്ളതായിരുന്നു അവർ പറഞ്ഞ ന്യായം. പക്ഷേ നമ്മൾ ഇവിടെ വന്ന് ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ കൃത്യമായി ആ വൈദ്യുതി കമ്പി നേരെ ഈ സൈക്കിൾ ഷെഡ് അനധികൃതമായി നിർമ്മിച്ച ഈ സൈക്കിൾ ഷെഡിന്റെ തൊട്ടു മുകളിലാണ് എന്നുള്ളതാണ്. മരണസമയത്ത് പോലും ഈ സ്കൂളിനെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടിയാണ്. കാര്യം ജൂൺ തുടങ്ങിയ സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ച് ഇത്തരത്തിലുള്ള ലൈനുകൾ മാറ്റണമെന്നുള്ളത് കൃത്യമായുള്ള നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. അവയൊന്നും പാലിക്കാൻ ഇവിടുത്തെ അധികാരികൾക്ക് തയ്യാറായില്ല, അല്ലെങ്കിൽ അവർക്ക് സാധിച്ചില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള കള്ളം പറയുകയും ആ കള്ളം പൊളിയുകയും ചെയ്തിരിക്കുന്ന കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും. ഈ സൈക്കിൾ ഷെഡിന്റെ തൊട്ട് മുകളിൽ കൂടി തന്നെയാണ് ഈ വൈദ്യുതി ലൈൻ കടന്നു പോയിട്ടുള്ളത്. അതിന് തെളിവാണ് ഈ ദൃശ്യങ്ങൾ.